പിന്നെ ഇവർ വെച്ച വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 6 പോയിൻ്റ് പ്രോഗ്രാമിൽ മുജിബുർ റഹ്മാൻ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, എലക്ഷൻ നടക്കുമ്പോൾ പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ്, അതായത് ജനപ്രതിനിധികളുടെ അനുപാതം ഓരോ ഭാഗത്തിലും ഉള്ള പോപ്പുലേഷൻ്റെ സ്ട്രിക്റ്റ് അനുപാതത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ 7 കോടി ജനങ്ങളുള്ള ഈസ്റ്റ് പാകിസ്ഥാനിൽ കൂടുതൽ സീറ്റുകളും 5.5 കോടി ജനങ്ങളുള്ള വെസ്റ്റ് പാകിസ്ഥാന് കുറവ് സീറ്റുകളേ കിട്ടുള്ളൂ. അത് വെസ്റ്റ് പാകിസ്ഥാന് ഒരു വിധത്തിലും സമ്മതിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ല. അവരെങ്ങനെ സമ്മതിക്കും? കാരണം ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉള്ള ആൾക്കാർ മുഴുവനും ബംഗാളികളാണ്. അവർ തമ്മിൽ നല്ല ഒരു പരസ്പര ധാരണയുണ്ട്, വിശ്വാസമുണ്ട്. ഒരു ഇലക്ഷൻ നടന്നാൽ ഇവിടെ ഏത് പാർട്ടി മത്സരിച്ചാലും അന്ന് അവാമി ലീഗാണ് അവിടുത്തെ ഒരു പ്രൊമിനൻറ്റ് പാർട്ടി. അവരുടെ കൂടുതൽ ആൾക്കാർ ജയിക്കുന്ന വെസ്റ്റ് പാകിസ്ഥാനിലുള്ള ലീഡേഴ്സിനറിയാം. സോ അത് അവർക്കൊട്ടും സമ്മതമായിരുന്നില്ല.